എല്ലാവരും ഒന്ന് പ്രസന്റ് മാർക്ക് ചെയ്തേ. പ്രസന്റ് ഒന്ന് മാർക്ക് ചെയ്തേ. ഓക്കെ. അപ്പൊ നമ്മള് രാവിലത്തെ ക്ലാസ്സിൽ ഏതുവരെ പഠിച്ചു? 8 വരെ അല്ലേ? 8 വരെ പഠിച്ചു. ഓക്കെ. അപ്പൊ 8 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാ? 8 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാ? 1 2 3 4 5 6 7 8. 8 കഴിഞ്ഞിട്ട് 9 അല്ലേ? 9 അല്ലേ അടുത്ത നമ്പർ? ആണല്ലോ. നിങ്ങൾക്ക് മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആയിട്ട്? ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഇവിടെ പുറത്ത് ചെറിയൊരു പണി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. കേൾക്കുന്നില്ലെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഓക്കെ. അപ്പൊ അടുത്ത നമ്പർ 9. അതിനു മുന്നേ നമുക്ക് കുറച്ച് വർക്ക് കൂടി ഉണ്ട് ബാക്കി ചെയ്യാൻ അല്ലേ? ഇവിടെ പേജ് നമ്പർ 98 കുറച്ച് വർക്ക് കൂടി ബാക്കിയുണ്ട്. അതില് എന്താ കൊടുത്തിരിക്കുന്നേ? കൗണ്ട് ദ വെജിറ്റബിൾസ്, ടിക്ക് ദ ഗ്രൂപ്പ് വിത്ത് ദി കറക്റ്റ് നമ്പർ. കണ്ടോ? കുറെ വെജിറ്റബിൾസിന്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നേ? 6 എന്ന് പറയുന്ന നമ്പർ, അതില് ഏത് ഗ്രൂപ്പിലാണ് 6 നമ്പേഴ്സ് ഉള്ളത് എന്ന് ടിക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഗിവൺ ഫോർ യു ആൻഡ് ദിസ് ഗ്രൂപ്പ് കണ്ടെയ്ൻസ് 6. ആദ്യത്തെ ഗ്രൂപ്പിലാണ് 6 നമ്പേഴ്സ് ഉള്ളത് അല്ലേ? ലേറ്റ് ആയിട്ട് വന്നവര് മാർക്ക് ചെയ്യണേ. Then അടുത്തത് നോക്കിയേ, 7. അതിൽ ഏത് ഗ്രൂപ്പിലാ 7 നമ്പേഴ്സ് ഉള്ളത് എന്ന് എണ്ണി നോക്കിയേ. ഏത് ഗ്രൂപ്പിലാ 7 നമ്പേഴ്സ് ഉള്ളത്? ഫസ്റ്റ് ഗ്രൂപ്പില് 1 2 3 4 5 6 നമ്പേഴ്സേ ഉള്ളൂ. സെക്കൻഡ് ഗ്രൂപ്പില് 1 2 3 4 5 6 7 8 നമ്പേഴ്സ് ഉണ്ട്. അടുത്തതിലോ തേർഡ് ഗ്രൂപ്പില് 1 2 3 4 5 6 7. അപ്പം മൂന്നാമത്തെ ഗ്രൂപ്പിലാണ് 7 നമ്പേഴ്സ് ഉള്ളത്. അതൊന്ന് ടിക്ക് ചെയ്തേതാ ഇതുപോലെ കാണുന്നുണ്ടോ? ടിക്ക് ചെയ്തത് കാണുന്നുണ്ടോ മിസ്? ഓക്കെ. അടുത്തത് എന്താ? കുറെ ഒനിയൻസ് ഉണ്ട് അവിടെ. ഒനിയൻസ് എന്ത് ചെയ്യണം? 8 നമ്പേഴ്സ് ഏത് ഗ്രൂപ്പിലാ ഉള്ളത് എന്നൊന്ന് നോക്കിയേ. 8 ഗ്രൂപ്പ്സ്, 8 നമ്പേഴ്സ് ഏത് ഗ്രൂപ്പിലാ ഉള്ളത്? ഫസ്റ്റ് ഗ്രൂപ്പിലാണോ, സെക്കൻഡ് ഗ്രൂപ്പിലാണോ, തേർഡ് ഗ്രൂപ്പിലാണോ ഒന്ന് നോക്കിയേ. ഏതിലാ? ലാസ്റ്റ് ഗ്രൂപ്പിലല്ലേ? തേർഡ് ഗ്രൂപ്പിലാണ് 8 നമ്പേഴ്സ് ഉള്ളത്. ഇതാ ഇതുപോലെ ഒന്ന് ടിക്ക് ചെയ്തേ. കണ്ടോ മിസ് ചെയ്തിരിക്കുന്നേ? കണ്ടോ? ചെയ്തോ? അതുപോലെ ചെയ്തോ? ഫിനിഷ് ചെയ്തോ? ഓക്കെ. Then next number 9. Next number 9. എല്ലാവരും സ്ലേറ്റ് ഒക്കെ തുടച്ച് ഇറേസ് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചേ. സ്ലേറ്റിൽ ഒന്നും എഴുതണ്ട, എല്ലാവരും ഒന്ന് ക്ലിയർ ആക്കി വെച്ചേ. സ്ലേറ്റ് ഒക്കെ ക്ലിയർ ആക്കിയോ? ആക്കിയോ?
ഓക്കെ, അപ്പൊ നമുക്ക് 9 എങ്ങനെയാ എഴുതേണ്ടത് നോക്കാം അല്ലേ. ലിസൺ ഹിയർ. നമ്മൾ എങ്ങനെയാ 9 എഴുതുന്നേ? എങ്ങനെയാ 9 എഴുതുന്നേ? ആദ്യം ഒരു സർക്കിള് പോലെ, ഒരു പകുതി സർക്കിള് പോലെ വരയ്ക്കാം. അതിന് നേരെ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തുനിന്ന് നേരെ താഴേക്കുള്ള ലൈൻ. This is 9. എങ്ങനെ എഴുതുന്നേ? ഒന്നുകൂടി മിസ് കാണിച്ചു തരാം. എങ്ങനെ എഴുതാ? ഒരു സർക്കിളിന്റെ ഒരു ഹാഫ് പോലെ വരയ്ക്കാം. എന്നിട്ട് നേരെ സ്റ്റാർട്ട് ചെയ്ത ഭാഗത്തുനിന്ന് താഴോട്ടൊരു ലൈൻ. This is 9. 9ന്റെ സ്പെല്ലിംഗ് എന്താ? എല്ലാവരും 9 ഒന്ന് വലുതാക്കി ഒന്ന് സ്ലേറ്റിൽ എഴുതിയേ. സ്പെല്ലിംഗ് പറഞ്ഞുകൊണ്ട് എഴുതിയേ. NINE. എന്താ സ്പെല്ലിംഗ്? NINE. ഇനി എല്ലാവരും 9 എഴുതിയതൊന്ന് മിസ്സിന് കാണിച്ചു തന്നെ. സ്ലേറ്റിൽ എഴുതിയതൊന്ന് കാണിച്ചു തന്നെ. എല്ലാവരുടെയും കണ്ടില്ലല്ലോ. ഹർഷാൽ, നിഹാര, നിഹാൽ, സയാൻ, റിസ്വാൻ, സായക് ഒന്ന് കാണിച്ചു തന്നെ മിസ്സിന്. ഓക്കെ, വെരി ഗുഡ്. നിഹാര, നിഹാൽ. നിഹാലിനെ കണ്ടില്ല, നിഹാരയുടെ മാത്രമേ കണ്ടുള്ളൂ. നിഹാലിന്റെ എവിടെ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ 9 എഴുതാൻ എല്ലാരും പഠിച്ചല്ലോ. ഒന്നുകൂടി അതൊക്കെ ഒന്ന് ഇറേസ് ചെയ്തേ. സ്ലൈറ്റ് ഒന്ന് മായ്ച്ചളിഞ്ഞേ. കളഞ്ഞോ? ഇനി മിസ് പറഞ്ഞതുപോലെ ഒന്നുകൂടി ഒന്ന് 9 എഴുതിയേ. ഇങ്ങനെ 9 എഴുതുന്നേ. ആദ്യം ഒരു സർക്കിള് പോലെ വരയ്ക്കാം. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് താഴോട്ടൊരു ലൈൻ. ഇഷിത, where are you? What are you doing there? Come and sit. Okay, very good. ഇഷിത ഒന്ന് 9 എഴുതി കാണിച്ചു തന്നെ മിസ്സിന്. ആഫിയ, where is your 9? ജാനകി, മർവാൻ, സായക്. ആഹാ, വെരി ഗുഡ്. നല്ല മക്കളാണ് മിസ്സിന്റെ. പറഞ്ഞ പോലെ കേൾക്കുന്ന മക്കളാണേ. നല്ല മക്കളാവുമ്പോ അടങ്ങിയിരിക്കണ്ടേ ക്ലാസ്സില്? മിസ് പറയുമ്പോ അടങ്ങിയിരിക്കണ്ടേ? വേണ്ടേ? ഓടിക്കളിച്ച് നടക്കാൻ പാടുണ്ടോ? ക്ലാസ് ടൈമിൽ അടങ്ങിയിരിക്കണ്ടേ? അപ്പോ ക്ലാസ് കഴിയുന്നത് വരെ ആരും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേക്കാനോ തിരിഞ്ഞു മറിഞ്ഞ് കളിക്കാനോ ഒന്നും ചെയ്യരുത് കേട്ടോ. നല്ല മക്കളായിട്ട് മിസ് പറയുന്ന തന്നെ കേട്ടോണ്ടിരിക്കണേ. എന്നാലേ നമുക്ക് വേഗം പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോ പേജ് നമ്പർ 97-ല് 9 എഴുതാനുള്ള സ്പേസ് ഉണ്ട്. കംപ്ലീറ്റ് ദിസ് ആൻഡ് സെൻഡ് മീ. അത് ഹോംവർക്ക് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്ര നമ്പേഴ്സ് പഠിച്ചു? എത്ര നമ്പേഴ്സ് പഠിച്ചു? എത്ര നമ്പേഴ്സ് പഠിച്ചു? 9 വരെ നമ്പേഴ്സ് പഠിച്ചു അല്ലേ? അല്ലേ? അപ്പോ അതിനു മുന്നേ നമുക്ക് വേറൊരു കാര്യം പഠിക്കാനുണ്ടായിരുന്നു. ഏറ്റവും ചെറിയ നമ്പർ ഏതാ? ഏറ്റവും ചെറിയ നമ്പർ ഏതാ നമ്മളിപ്പോ പഠിച്ചതില്? ഏറ്റവും ചെറുത്? ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 5 ആണോ? 10 ആണോ? 9 ആണോ? 7 ആണോ? No. The smallest number is 1. അല്ലേ?
Smallest number is 1. Then the greatest number that we studied. നമ്മൾ പഠിച്ച ഏറ്റവും വലിയ നമ്പർ ഏതാ? ഇപ്പൊ ലാസ്റ്റ് പഠിച്ചത്. Show me with your fingers. ഏറ്റവും വലിയ നമ്പർ ഏതാ നമ്മളിപ്പോ പഠിച്ചത്? ഏതാ? It is 9. 9 ആണ് നമ്മൾ പഠിച്ചതിൽ ഏറ്റവും വലിയ നമ്പർ. അപ്പൊ നമുക്ക് 1 to 9 ഒന്ന് എഴുതി നോക്കിയാലോ? എല്ലാവരും സ്ലേറ്റ് ഒന്ന് ക്ലിയർ ചെയ്തേ. സ്ലേറ്റ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മിസ് എഴുതുന്നതിന്റെ കൂടെ 1 to 9 നമുക്കൊന്ന് എഴുതിയാലോ? Are you ready? Yes. 1 എഴുതുന്നുണ്ടോ? 2 പറഞ്ഞോണ്ട് എഴുതണേ. 3 4 എഴുതുന്നുണ്ടോ? 4 5 6 7 8 and the last one is 9. Last one is 9. വരെ എഴുതി കഴിഞ്ഞോ? 9 വരെ എഴുതി കഴിഞ്ഞോ? എല്ലാരും ഒന്ന് സ്ലേറ്റ് മിസ്സിന് കാണിച്ചേ. എഴുതി കഴിഞ്ഞവര്. എഴുതി കഴിയാത്തവര് പെട്ടെന്ന് എഴുതിക്കോ. ഓക്കെ, വെരി ഗുഡ്. സമയത്ത് എഴുതിയാൽ മതി, ടെൻഷൻ ഒന്നും വേണ്ട കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് മിസ് എഴുതുന്ന പോലെ സ്പീഡിലൊന്നും എഴുതാൻ പറ്റില്ലല്ലോ. എഴുതി പഠിക്കുന്നല്ലേ ഉള്ളൂ. സമയം എടുത്ത് എഴുതിയാൽ മതി, തിരക്കൊന്നുമില്ല. ഓക്കെ, ബാക്കി എല്ലാവരും എഴുതി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് സങ്കടമൊന്നും വേണ്ട. എല്ലാവർക്കും ഒരേ സ്പീഡിലൊന്നും എഴുതാൻ പറ്റില്ല എന്തായാലും. അപ്പൊ മെല്ലെ എഴുതുന്നവര് മെല്ലെ എഴുതാം. നിങ്ങൾ കുറച്ചുകൂടി വലുതാകുമ്പോൾ നല്ല സ്പീഡ് ആയിക്കോളൂ കേട്ടോ. എന്ത് പറ്റി സായക്കിന് എന്ത് പറ്റി? മോനെവിടെ? എഴുതുന്നില്ലേ? ഓക്കെ ശരി, എഴുതിക്കോ. നോക്കട്ടെ, എഴുതിയത് എല്ലാരും കാണിച്ചു തരുന്നുണ്ടോ നോക്കട്ടെ. മിസ് നോക്കുന്നുണ്ടേ. ഓക്കെ, റിഷാൻ എഴുതി കഴിഞ്ഞോ? ഗായത്രി മിസ് അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയതാണ്, സോറി കേട്ടോ. എഴുതി കഴിഞ്ഞോ നോക്കട്ടെ എല്ലാരെയും. ഒന്നുകൂടി കാണിച്ചു തന്നെ എല്ലാരെയും മിസ്സിന്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ 9 വരെ ഇപ്പൊ എല്ലാവർക്കും എഴുതാൻ പറ്റുമല്ലോ. മിസ് പറയുന്ന നമ്പർ ഒന്ന് നിങ്ങൾക്ക് മിസ് പറയുമ്പോ എഴുതാൻ പറ്റുമോ? സ്ലൈഡിന്റെ തൊട്ടടുത്ത പുറകിൽ സൈഡ് എടുത്തേ. സ്ലൈഡിന്റെ പുറകിലെ സൈഡ് എടുത്തോ? എടുത്തല്ലോ. ഇനി മിസ് പറയുന്ന നമ്പർ ഒന്ന് എഴുതണേ. എഴുതുമല്ലോ?
എന്നിട്ട് മിസ്സിനെ കാണിച്ചു തരണം. എഴുതി കഴിഞ്ഞ ഉടനെ തന്നെ മിസ്സിനെ കാണിച്ചു തരണേ. റൈറ്റ് 4. 4 ഒന്ന് എഴുതിയ 4. എങ്ങനെ എഴുതാ 4? എഴുതി കഴിഞ്ഞവര് മിസ്സിനെ കാണിച്ചു തന്നേ. ആഹാ, നല്ല മക്കളാണല്ലോ. കഴിഞ്ഞോ എല്ലാരും? ഇല്ല. ഓക്കെ, വെരി ഗുഡ്. നിഹാര, നിഹാൽ കാണിച്ചു തന്നെ മിസ്സിന്റെ 4 എഴുതിയത്. ഓക്കെ, അടുത്തത് 4 കഴിഞ്ഞിട്ട് 8 ഒന്ന് എഴുതിയേ. 8 എല്ലാവരും 4 എഴുതി കഴിഞ്ഞു. 8 ഒന്ന് എഴുതിയേ. റൈറ്റ് 8. എഴുതിയോ? 8 8 8 8 8 8 8. ഓക്കെ, വെരി ഗുഡ്. ഇനി കാണിക്കാത്തവരുണ്ട്, എഴുതി കഴിയാത്തവരുണ്ട്. നിഹാര, നിഹാൽ വീഡിയോ ഓൺ ചെയ്തേ. മിസ് കാണട്ടെ മക്കളെ എഴുതുന്നത്. വീഡിയോ ഓൺ ചെയ്തിരുന്നേ. റിഷാൻ എഴുതി കഴിഞ്ഞോ? മാനവ്, where are you മാനവ്? I can't see you. എവിടെയാ പോയേ? മിസ് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ ക്ലാസ് ടൈമിൽ എവിടെയും പോവരുത് എന്നല്ലേ. You are not allowed to go away during class. ക്ലാസ് ടൈമിൽ നിങ്ങൾ എവിടെയും പോവരുത്. ക്ലാസ് കഴിയുന്നവരെ അവിടെ തന്നെ നല്ല മക്കളായിട്ട് ഇരിക്കണേ. ഓക്കെ, 4 and 8. Then 9. 9 ഒന്ന് എഴുതിയ എല്ലാരും. 9 9 എഴുതിയേ. ആഹാ, ഇത്ര പെട്ടെന്ന് എഴുതി കഴിഞ്ഞല്ലോ എല്ലാരും. വെരി ഗുഡ്. 9. അങ്ങനാണെങ്കിൽ 6 ഒന്ന് എഴുതിയേ. നോക്കട്ടെ അറിയോന്ന്. ആഹാ, വെരി ഗുഡ്. നല്ല മക്കളാണേ, നിങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കുന്നുണ്ട് കേട്ടോ. നല്ല മക്കളാ എല്ലാരും. ഓക്കെ, 6 എഴുതി കഴിഞ്ഞല്ലേ. അപ്പൊ 1 to 9 എല്ലാവർക്കും എഴുതാൻ നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് എഴുതാൻ എല്ലാരും പഠിച്ചു. ഓക്കെ, കണ്ടു കേട്ടോ. എല്ലാരും എഴുതിയത് മിസ് കാണുന്നുണ്ടേ. ഓക്കെ, ഹർഷാൽ, റിഷാൻ, ജയാൻ എല്ലാവരുടെയും കണ്ടു കേട്ടോ. വെരി ഗുഡ്, നല്ല മക്കളാണേ. അപ്പോ മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഒരു എക്സാമ്പിൾ പറഞ്ഞേ. നിങ്ങളുടെ കയ്യില് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ വൈകുന്നേരം വരുമ്പോ ഒരു 5 ചോക്ലേറ്റ്സ് തന്നു. എത്ര ചോക്ലേറ്റ്സ് തന്നു? 5 ചോക്ലേറ്റ്സ്. നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള ചോക്ലേറ്റ്സ് ആയിരിക്കും. 5 ചോക്ലേറ്റ്സ് തന്നു. 5 ചോക്ലേറ്റ്സ് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ആദ്യം ഒന്നെടുത്ത് കഴിക്കും അല്ലേ? ആദ്യം ഒന്നെടുത്ത് കഴിക്കും. അപ്പൊ നല്ല രസമുണ്ടെന്ന് കാണുമ്പോ പിന്നെ ഒന്നുകൂടി എടുത്ത് കഴിക്കും. അങ്ങനെ മെല്ലെ മെല്ലെ എല്ലാം കഴിച്ച് 5 ചോക്ലേറ്റ്സും കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ എത്ര ചോക്ലേറ്റ്സ് ഉണ്ടാവും? എത്ര ചോക്ലേറ്റ്സ് ഉണ്ടാവും? ഒന്നും ഉണ്ടാവില്ല അല്ലേ? അല്ലേ? 5 ചോക്ലേറ്റ്സും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് സങ്കടാവോ?
നിങ്ങൾക്ക് നല്ല ഇഷ്ടമുള്ള നല്ല ചോക്ലേറ്റ്സ് ആണെങ്കിൽ എല്ലാം കഴിച്ചു കഴിയുമ്പോൾ സങ്കടമായി പോവില്ലേ? അയ്യോ പെട്ടെന്ന് തീർന്നു പോയെന്ന് വിചാരിക്കൂലേ? ഇല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചോക്ലേറ്റ്സും ഇല്ല എന്ന് നമ്മള് ഏത് നമ്പർ വെച്ചിട്ടാ പറയാ? 1 ആണോ? 1 ആണോ? അല്ല. 2 ആണോ? അല്ല. 3 ആണോ? അല്ല. ഈ നമ്പേഴ്സ് ഒന്നും വെച്ചിട്ട് നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ 1 എന്ന് പറയാം, 2 ചോക്ലേറ്റ്സ് ഉണ്ടെങ്കിൽ 2 എന്ന് പറയാം, അല്ലേ? നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറയണമെങ്കിൽ നമ്മൾ ഏത് നമ്പർ ഉപയോഗിക്കാം? ഏത് ഡിജിറ്റ് ഉപയോഗിക്കാം? 0. Do you know? It is 0. After eating every chocolates, we have 0 chocolates with us. We have 0 chocolates. അപ്പൊ നമ്മൾ എങ്ങനെയാ 0 എഴുതുന്നേ? 0 എഴുതാൻ പഠിക്കണ്ടേ? എങ്ങനെ 0 എഴുതാ? സിമ്പിൾ ആയിട്ട് ഒരു സർക്കിൾ വരച്ചാൽ മതി. എങ്ങനെ? നല്ല ഭംഗിയായിട്ട് എല്ലാരും വരച്ച് കാണിക്കുന്നുണ്ട് മിസ്സിനെ. എല്ലാവർക്കും അറിയാല്ലേ 0 എഴുതാൻ? ദാ ഇവിടെ നോക്കിക്കോ, ഇതാണ് 0. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ആണ് എന്ത്? 0. ഇപ്പൊ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം, പേജ് നമ്പർ 98. പേജ് നമ്പർ 98 there you can see a tree and some monkeys are there. Some monkeys are playing in a tree and അവിടുത്തെ എല്ലാ മങ്കീസും അങ്ങ് ചാടി പോയിട്ടുണ്ടെങ്കിലോ? പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണത്താല് അവിടുത്തെ എല്ലാ മങ്കീസും അങ്ങ് ചാടിപ്പോയി. അപ്പൊ അവിടെ എത്ര മങ്കീസ് ഉണ്ടാവും? No monkey on the tree. അവിടെ monkeys ഒന്നും ഉണ്ടാവില്ല. Thus we can say there are 0 monkeys. Okay? There are 0 monkeys on the tree. ഇപ്പൊ ടെക്സ്റ്റിൽ എല്ലാവരും കണ്ടോ? എന്താ 0 എന്ന് മനസ്സിലായോ? എന്താ 0 എന്ന് മനസ്സിലായോ? What do you mean by 0? 0 is used for indicating nothing. ഒന്നുമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 0 ഉപയോഗിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ 0 എഴുതി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നിങ്ങൾ എന്ത് എഴുതി പഠിക്കണം? 0 എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എത്ര നമ്പേഴ്സ് പഠിച്ചു? 9 വരെയുള്ള 9 നമ്പേഴ്സും പ്ലസ് 0യും അല്ലേ? 0യും കൂടി പഠിച്ചു അല്ലേ? In page number 99 there are some activities. In page number 99 there are some activities and there you can see some pictures of flowers and butterflies. Can you see that? Flowers and butterflies. In first figure, ആദ്യത്തെ ചിത്രത്തില് അവിടെ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? ഇല്ലേ? നല്ല കളർഫുൾ ആയിട്ടുള്ള 2 യെല്ലോ ഫ്ലവേഴ്സ്, 1 ബ്ലൂ ഫ്ലവർ, 1 വൈറ്റ് ഫ്ലവർ and 1 red flower. Is there any butterflies? Is there any butterflies? അവിടെ butterflies ഉണ്ടോ? അവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? How many butterflies do you see? In the picture of flowers, how many butterflies do you see? ആ ഫ്ലവേഴ്സിന്റെ കൂടെ എത്ര ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ട്? Is there any butterflies? എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? ഫിംഗേഴ്സ് വെച്ച് മിസ്സിനൊന്ന് കാണിച്ചു തന്നെ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട് എന്ന്. എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? അതിനടിയിലുള്ളത് നോക്കണ്ട, ഇത് നോക്കണ്ട, ഇതല്ല, ഈ ഫ്ലവേഴ്സിന്റെ കൂടെ എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട്? How many butterflies are there? ഇത് നോക്കരുത്. ഇതില്ല എങ്കിൽ how many butterflies are there?
എത്രയുണ്ടാവും? എത്രയുണ്ടാവും? Show me with your finger. 0. 0 butterflies are there. അല്ലേ? അതിനടുത്തുള്ള കോളത്തിൽ ഒന്ന് 0 ഒന്ന് എഴുതി വെച്ചേ. ഒന്ന് എഴുതി എല്ലാരും പെൻസിൽ കൊണ്ട്. അവിടെ അടുത്തൊരു പിങ്ക് ബോക്സ് കാണാം. അവിടെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് 0 ഒന്ന് എഴുതി വെച്ചേ. This indicates that there are 0 butterflies. That means there are no butterflies with that flowers. Okay. Then look at this picture. There you can see some beautiful butterflies. There are 1, 2, 3. 3 butterflies are there. മേലത്തെ ചിത്രം നോക്കണ്ട, ഫ്ലവേഴ്സിന്റെ ചിത്രം നോക്കണ്ട. What is your question? How many flowers are there? What is the question? How many flowers do you see? എത്ര ഫ്ലവേഴ്സ് നിങ്ങൾ അവിടെ കാണുന്നുണ്ട് with that butterflies? ആ ബട്ടർഫ്ലൈസിന്റെ കൂടെ നിങ്ങൾ എത്ര ഫ്ലവേഴ്സ് കാണുന്നുണ്ട്? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? Is there any flowers? Is there any flowers? ദാ ഈ ഫ്ലവേഴ്സ് മറിച്ച് പിടിച്ചാല് ഈ ബട്ടർഫ്ലൈസിന്റെ കൂടെ ഫ്ലവേഴ്സ് ഉണ്ടോ? 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 No, there are 0 flowers. There are 0 flowers. Okay, write 0 in the given box here. ഇവിടെ 0 എന്ന് എഴുതുക. മനസ്സിലായോ? അപ്പൊ 0 എന്താന്ന് മനസ്സിലായല്ലോ? 0 എന്താന്ന് മനസ്സിലായല്ലോ? ഇനി കുറച്ച് ആക്ടിവിറ്റീസും കൂടെ ഉണ്ട്. പിന്നെ 10 കൂടി പഠിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ നമ്പേഴ്സ് കഴിഞ്ഞു. 10 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ പഠിച്ചു. 10 നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് അവിടെ ചെയ്യാൻ വേണ്ടി. അതുകൂടി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. പേജ് നമ്പർ 99. പേജ് നമ്പർ 99 count and write the number of marbles in each ball. അവിടെ കുറെ ബോൾ കൊടുത്തിട്ടുണ്ട്. ബോൾ എന്താ? BOWL ബോൾ. കുഞ്ഞു പാത്രം അല്ലെ, ഉരുണ്ടിരിക്കുന്ന പാത്രം. അതിനകത്ത് കുറച്ച് മാർബിൾസ് ഉണ്ട്. എന്താ ചെയ്യണ്ടേ? ആ മാർബിൾസിന്റെ എണ്ണം എടുക്കുക. എന്നിട്ട് എത്ര മാർബിൾസ് ഉണ്ട് എന്ന്, ഓരോന്നിലും എത്ര മാർബിൾസ് വീതം ഉണ്ട് എന്ന് അതിന് തൊട്ട് താഴെയുള്ള കോളത്തിൽ എഴുതുക. അതുകൂടി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ ഹോംവർക്ക് ചെയ്യാനുള്ളത്? 9 എന്ന് എഴുതാനും 0 എഴുതാനും പിന്നെ ഈ ക്വസ്റ്റ്യനും പേജ് നമ്പർ 99 കൗണ്ട് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് മാർബിൾസ്. ഇത് മൂന്നും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? വൈൻഡപ്പ് ചെയ്താലോ? എല്ലാരും ഹോംവർക്ക് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണേ, മറക്കല്ലേ. നല്ല മക്കളായിട്ട് അയച്ചു തരണം കേട്ടോ. നല്ല നീറ്റ് ആയിട്ട് എഴുതണം പെൻസിൽസ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, ബൈ ബൈ, ലവ് യു ഓൾ.